റാങ്ക് ഫയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്യുക. ഇന്ന് നമ്മൾ NDDB അതുപോലെയുള്ള കുറച്ച് ഫെഡറേഷൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വൺ NDDB, നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ്. എസ്റ്റാബ്ലിഷ് ചെയ്തത് 26/9/1965 NDDB എസ്റ്റാബ്ലിഷ് ചെയ്തത് 26/9/1965. ഹെഡ് ക്വാർട്ടേഴ്സ് ആനന്ദ്, ഗുജറാത്തിലെ ആനന്ദാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. NDDB ആക്ട് 1987 NDDB ആക്ട് 1987. NDDB നിലവിൽ വന്നത് 26/9/1965. ഹെഡ് ക്വാർട്ടേഴ്സ് ആനന്ദ്. NDDB എന്ന് പറഞ്ഞാൽ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ്. ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തത് NDDBയുടെ അണ്ടറിലാണ്. 1/7/1970 ഓപ്പറേഷൻ ഫ്ലഡ് NDDBയുടെ കീഴിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. NDDBയുടെ ഫോർമേഷന് മുൻകൈ എടുത്തത് ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ്. NDDBയുടെ ഫോർമേഷന് മുൻകൈ എടുത്തത്. ഡോക്ടർ വർഗീസ് വാസ് ഫൗണ്ടഡ് ബൈ NDDB. വർഗീസ് കുര്യനായിരുന്നു NDDBയുടെ ഫസ്റ്റ് ചെയർമാൻ. വർഗീസ് കുര്യനായിരുന്നു. NDDB വർക്ക് ചെയ്തത് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിൻ്റെ കീഴിലാണ്. അടുത്തത് NCDFI, ദി നാഷണൽ കോഓപ്പറേറ്റീവ് ഡയറി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. NCDFI, നാഷണൽ കോഓപ്പറേറ്റീവ് ഡയറി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ഇതൊരു ഡയറി കോഓപ്പറേറ്റീവ്സിൻ്റെ ഒരു അപ്പെക്സ് ഓർഗനൈസേഷനാണ് NCDFI എന്ന് പറയുന്നത്. നാഷണൽ കോഓപ്പറേറ്റീവ് ഡയറി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ബേസ് ചെയ്തിരിക്കുന്നത് ആനന്ദാണ്. രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 1970. ഹെഡ് ക്വാർട്ടേഴ്സ് ആനന്ദാണ്. ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഡയറി സെക്ടറിലുള്ള ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് NCDFI എന്ന് പറഞ്ഞിരിക്കുന്നത്. NCDFI രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984 കീഴിലാണ്. NCDFI വാസ് രജിസ്റ്റേർഡ് ഇൻ 1917 അണ്ടർ ദി മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984. അടുത്തത് നാഫ്സ്കോബ് ആണ്. നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ്. നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ് എസ്റ്റാബ്ലിഷ് ചെയ്തത് 19/5/1964. 19/5/1964. ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. എയിംസ്, ഓൾ ഇന്ത്യ മ്യൂച്വൽ അഗ്രിമെൻറ്റ് സ്കീം ഓപ്പറേറ്റ് ചെയ്യുന്നത് നാഫ്സ്കോബ് ആണ്. എയിംസ് ഇനാഗുറേറ്റ് ചെയ്തത് 1965 TT കൃഷ്ണാചാരിയാണ്. AIMAS ഇനാഗുറേറ്റ് ചെയ്തത് 1965 ബൈ കൃഷ്ണാചാരി ആൻഡ് സ്റ്റാർട്ടഡ് ഫങ്ഷൻ ഇൻ 1967. 1965 ഇനാഗുറേറ്റ് ചെയ്ത് 1967 ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എയിമാസിൻ്റെ. നാഫ്സ്കോബ് ബുള്ളറ്റിൻ എന്ന് പറയുന്നത് നാഫ്സ്കോബിൻ്റെ ഒരു പബ്ലിക്കേഷനാണ്. നാഫ്സ്കോബ് ബുള്ളറ്റിൻ ഈസ് ദ പബ്ലിക്കേഷൻ ഓഫ് നാഫ്സ്കോബ്. KR അരവിന്ദാക്ഷൻ ആണ് നാഫ്സ്കോബിൻ്റെ ചെയർമാനായ ഏക മലയാളി. വൺ മലയാളി ഹു ബിക്കം ദ ചെയർമാൻ ഓഫ് നാഫ്സ്കോബ് വാസ് KR അരവിന്ദാക്ഷൻ. ട്രൈബൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ട്രൈബൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഡെവലപ്മെൻറ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ട്രൈഫെഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1987. 1987 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. ട്രൈഫെഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സിൻ്റെ കൺട്രോളിലുള്ള ഒരു നാഷണൽ ലെവൽ അപ്പെക്സ് ഓർഗനൈസേഷനാണ് ട്രൈഫെഡ് എന്ന് പറഞ്ഞാൽ. It is a national level apex organization functioning under the administrative control of Ministry of Tribal Affairs, Government of India. ട്രൈഫെഡിന് 13 ഓഫീസസ് ഉണ്ട്. ഇന്ത്യ ഒട്ടാകെ 13 ഓഫീസസ് ഉണ്ട്.
TriFed is an apex level federation of the state tribal development cooperative federations and state forest corporations. സ്റ്റേറ്റ് ഫോറസ്റ്റ് കോർപ്പറേഷൻ്റെയും സ്റ്റേറ്റ് ലെവൽ ട്രൈബൽ ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ്സിൻ്റെ ഫെഡറേഷൻ്റെ ഒക്കെ ഒരു അപ്പെക്സ് ഫെഡറേഷനാണ് ട്രൈഫെഡ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ലാംസ്, ലാർജ് സൈസ്ഡ് ആദിവാസി മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. 1974 നിലവിൽ വന്നത് ലാംസ്, ലാർജ് സൈസ്ഡ് ആദിവാസി മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ലാംസിൻ്റെ ഫോർമേഷന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി PK ബാവ കമ്മിറ്റിയാണ്. 1971 PK ബാവ കമ്മിറ്റിയാണ് ലാംസിൻ്റെ ഫോർമേഷന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തത്. നെക്സ്റ്റ് LSCF ആണ്, നാഷണൽ ലേബർ കോപ്പറേറ്റീവ് ഫെഡറേഷൻ ലിമിറ്റഡ്. NLCF, നാഷണൽ ലേബർ കോപ്പറേറ്റീവ് ഫെഡറേഷൻ ലിമിറ്റഡ്. എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1981 1981. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അണ്ടർ ദി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന് കീഴിലാണ്. NCLF രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന് കീഴിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എസ്റ്റാബ്ലിഷ് ചെയ്തത് 1981. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ ബോർഡ് ഓഫ് ഡയറക്ടർ ഓഫ് NCLF എന്ന് ചോദിച്ചാൽ 11 മെമ്പേഴ്സാണ് ഉള്ളത്. NCF എന്ന് പറഞ്ഞാൽ അപ്പെക്സ് ഓർഗനൈസേഷനാണ്. ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഒരു അപ്പെക്സ് ഓർഗനൈസേഷനാണ് NCLF. അടുത്തത് ക്യാംകോ ദി സെൻട്രൽ അരിക്കനട്ട് ആൻഡ് കൊക്ക മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ് ലിമിറ്റഡ്. ക്യാംകോ ദി സെൻട്രൽ അരിക്കനട്ട് ആൻഡ് കൊക്ക മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് കോപ്പറേറ്റീവ് ലിമിറ്റഡ്. രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984 കീഴിലാണ്. രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984 കീഴിലാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് മാംഗ്ലൂരാണ് ക്യാംകോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. എസ്റ്റാബ്ലിഷ് ചെയ്തത് 11/7/1973. 11/7/1973 ക്യാംകോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഫൗണ്ടർ പ്രസിഡൻറ്റ് ഓഫ് ക്യാംകോ വാരണാസി സുബ്രയ്യ ഭട്ടാണ് ക്യാംകോയുടെ ഫൗണ്ടർ പ്രസിഡൻറ്റ്. ക്യാംകോ എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് വെഞ്ചർ ഓഫ് കേരള ആൻഡ് കർണാടക. കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും ഒരു ജോയിൻറ്റ് വെഞ്ചറാണ് ക്യാംകോ എന്ന് പറഞ്ഞാൽ. ഹെഡ് ക്വാർട്ടേഴ്സ് മാംഗ്ലൂരാണ്. എസ്റ്റാബ്ലിഷ് ചെയ്തത് 11/7/1973. അടുത്തത് ക്രിപ്കോ, കൃഷക് ഭാരതി കോപ്പറേറ്റീവ് ലിമിറ്റഡ്. ക്രിപ്കോ, കൃഷക് ഭാരതി കോപ്പറേറ്റീവ് ലിമിറ്റഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 17/4/1980. 17/4/1980 സ്ഥാപിച്ചു. ഹെഡ് ക്വാർട്ടേഴ്സ് നോയിഡയാണ്, UPയിലെ നോയിഡയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന് കീഴിലാണ് ക്രിപ്കോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.